നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം നാളെ. കല്ലറ പൊളിക്കുന്നത് നിയമപരമായ നടപടിയെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് കളക്ടർ അറിയിച്ചു. അതേസമയം സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബം രംഗത്തെത്തി. നിയമ നടപടി സ്വീകരിക്കാനാണ് നീക്കം. ദേവികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദേവിക, വലിയൊരു വിഷയമായി മാറുകയാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയും അത് പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നീക്കങ്ങളും. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് നിയമപരമായി ഇത് നേരിടാൻ കുടുംബം തയ്യാറാകുമ്പോൾ തീർച്ചയായും സർക്കാരിനും അതിനെതിരെ നടപടിയെടുക്കേണ്ടി വരുമല്ലോ. ഞങ്ങൾക്കുള്ളത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലാണ്. ഇവിടെ ചർച്ച നടന്നിരുന്നു. അതിൽ എന്തായാലും കല്ലറ പൊളിക്കില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും വരുന്ന 2 ദിവസത്തിനുള്ളിൽ സമാധി പൊളിച്ച് പരിശോധന നടത്തും. എങ്കിൽ മാത്രമേ ഈ സമാധിയിലുള്ള ദുരൂഹത പൂർണ്ണമായിട്ട് നീങ്ങുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഗോപൻ സ്വാമിയുടെ മക്കളും അവരുടെ കുടുംബ അഭിഭാഷകരുമുണ്ട്. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മാധ്യമങ്ങളെ കാണും. അപ്പോൾ മാത്രമേ ഏത് തരത്തിലുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുള്ളൂ. ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. സമാധി തുറക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനം എടുക്കുകയാണ്. നിയമപരമായി ഇതിനെ കുടുംബത്തെ എങ്ങനെ സർക്കാരിന് ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്.